നാവികസേനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ റഷ്യയുടെ നാവികസേന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ നാവികസേനയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഉക്രൈന്റെ നാവികസേന നമ്മൾ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. കാരണം അവരുടെ പക്കൽ അത്ര ശക്തമായ ഒരു ഫ്ലീറ്റ് ഇല്ല. ഈ ബ്ലൂ വാട്ടർ നേവി എന്നൊക്കെ. അതുപോലെ ഉക്രൈന് ഒരു വലിയ നാവികസേനയുടെ ആധിപത്യം സ്ഥാപിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ അവർ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞപ്പോൾ അവർക്ക് ചില പ്രത്യേക കപ്പലുകൾ നൽകി. എന്നാൽ 2014 റഷ്യ അതും ഏറ്റെടുത്തു. എന്നിരുന്നാലും അവശേഷിക്കുന്ന കുറച്ച് കപ്പലുകളുണ്ട്. അതും ഉക്രൈന് വളരെ സഹായകമായ ഒരു സിഗ്നൽ ഇന്റലിജൻസ് കപ്പൽ. റഷ്യ ഇപ്പോൾ ആ റഡാർ യുദ്ധക്കപ്പലെ പൂർണ്ണമായും നശിപ്പിച്ചു. ഇത് ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനകം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉക്രൈന് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് വീണ്ടും വരുത്തി വെച്ചിരിക്കുന്നത്. ഇതിൽ വളരെ രസകരമായ മറ്റൊരു കാര്യം, റൊമാനിയയുടെ അതിർത്തിയിൽ നിന്നും ഏതാനും മീറ്റർ അകലെയാണ് ഇതുള്ളത്. 3 അക്കങ്ങളിൽ പോലും ഇല്ല. അത്രത്തോളം വളരെ അടുത്ത ദൂരത്തിൽ വെച്ചാണ് റഷ്യ കപ്പൽ നശിപ്പിച്ചത്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഉക്രൈന്റെ നാവികസേന, ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ 2011 അവരുടെ ചരിത്രം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം റഷ്യ ക്രീമിയ പിടിച്ചെടുത്തപ്പോൾ ഈ സെവസ്റ്റോപോൾ ആയിരുന്നു ഉക്രൈന്റെ ഒരു വലിയ ആസ്ഥാനമായിരുന്നത്. അതിലെ ചില ഭാഗങ്ങൾ റഷ്യക്ക് പാട്ടത്തിന് നൽകിയിരുന്നു. എന്നാൽ റഷ്യ ക്രീമിയയെ കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ ആ സ്ഥാനത്ത് ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തി. സെവസ്റ്റോപോൾ തുറമുഖത്ത് 14ലധികം ഉക്രൈൻ യുദ്ധക്കപ്പലുകൾ, ചെറിയ ചെറിയ ബോട്ടുകൾ, മിസൈൽ ബോട്ട്സ് എല്ലാം റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നു. ഈ പ്രദേശം വിട്ടുപോകാൻ കഴിയാത്ത വിധം അവർ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തി. മാത്രമല്ല അവിടെയുള്ള നിരവധി കപ്പലുകളെ നശിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ഹിറ്റ്മാൻ സ്വഹഡക്നി എന്ന് പറയപ്പെടുന്ന ഉക്രൈന്റെ ഒരു യുദ്ധക്കപ്പൽ രക്ഷപ്പെട്ടു. അതിനെ മറിയാപ്പോൾ കടൽ തീരത്ത് ഉക്രൈൻ നിർത്തിവെച്ചിരുന്നു. 2014 ഉക്രൈന്റെ പക്കൽ ഉണ്ടായിരുന്ന 80%-ലധികം യുദ്ധക്കപ്പലുകളും റഷ്യ നശിപ്പിച്ചു. റഷ്യ അവയെ പൂർണ്ണമായും നശിപ്പിച്ചില്ലെങ്കിലും അവയെല്ലാം റഷ്യൻ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നു. ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു കരാറിലെത്തിയ ശേഷം ചില കപ്പലുകൾ തിരികെ നൽകി. ബാക്കിയുള്ള കപ്പലുകൾ വീണ്ടും റഷ്യയുടെ കൈവശം തന്നെ വച്ചു. തിരികെ നൽകിയ യുദ്ധക്കപ്പലുകളിലും നിരവധി ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കപ്പലുകൾ ഇതിനുശേഷം അവയെ സർവീസിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ റഷ്യക്ക് ഇടപാടുകൾ വരുത്തിയിരുന്നു. ഇതിനിടയിൽ ഈ ഹിറ്റ്മാൻ എന്നൊരു കപ്പൽ രക്ഷപ്പെട്ടല്ലോ. അതിനെ 2022 അത് വീണ്ടും റഷ്യയുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉക്രൈൻ ഒരു കാര്യം ചെയ്തു. 2022 ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇവർ ഈ കപ്പലിനെ കടലിൽ മുക്കി. ഇതിനെ സ്കെറ്റിൽ പ്രോസസ് എന്നാണ് പറയുന്നത്. ആ കപ്പലിനെ പകുതി മുക്കുകയും റഷ്യയുടെ കൈകളിൽ കിട്ടാതെ തടയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? ഈ കപ്പലിനെ തിരികെ റീക്യാപ്ചർ ചെയ്യാൻ ഉക്രൈനെ കൊണ്ട് കഴിയില്ല. കാരണം ആ പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലാണുള്ളത്. മാത്രവുമല്ല, ഒരു പക്ഷേ ഈ ഒരു പ്രശ്നമെല്ലാം അവസാനിച്ച ഉക്രൈന്റെ പക്കൽ ഈ കപ്പൽ തിരികെ നൽകിയാലും 3 വർഷത്തോളം ആ കപ്പൽ കടലിനടിയിലാണ്. അപ്പോൾ കടലിലെ ജലം കാരണം നശിച്ചിട്ടുണ്ടാകും, ഹെവിലി ഡാമേജ് ആയിട്ടുണ്ടാകും. അപ്പൊ ക്യാപ്ചർ ചെയ്തിട്ട് വീണ്ടും ഈ ഒരു കപ്പലിനെ സർവീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ 2022 റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഡോൺബോസിനെ കേന്ദ്രീകരിച്ചൊരു യുദ്ധം സംഭവിച്ചപ്പോൾ ഉക്രൈന്റെ കപ്പൽ ഉണ്ടായിരുന്നത് തന്നെ വളരെ കുറഞ്ഞ പരിമിതമായ കപ്പലുകൾ മാത്രമായിരുന്നു. അതും ഇവരുടെ പക്കൽ വലിയ വലിയ മിസൈൽ കാരിയേഴ്സോ മിസൈൽ ബോട്ട്സോ നൂതന ആക്രമണ കപ്പലുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അവരുടെ പക്കൽ വലിയ ഫ്രിഗേറ്റ് ഒന്നും ഇല്ലായിരുന്നു. ക്വാഡ്സ് കാറ്റഗറിയിൽ ചില കപ്പലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കപ്പലായിരുന്നു സിംഫെറോപോൾ എന്ന കപ്പൽ. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഇതിനെ ഒരു ലാൻഡിംഗ് എയർക്രാഫ്റ്റായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ചെറിയ ചെറിയ ഡ്രോൺസ് ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നതിനും അതിനെ മോഡിഫൈ ചെയ്ത് നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽസ് വഹിക്കാനും ഇങ്ങനെയുള്ള ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തു. എന്നാൽ ഇതൊന്നും ഇതിന് അത്ര വലിയ പ്ലാറ്റ്ഫോമാക്കിയൊന്നും മാറ്റിയില്ല. എന്നാൽ ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഒരു നവീകരണമായിരുന്നു ഈ ഒരു ഷിപ്പിനെ വളരെ ഡെഡ്ലി ആക്കി മാറ്റിയത്. 502EM ട്രോളർ പ്രോജക്ടിന് കീഴിൽ ഈ ഒരു കപ്പൽ മോഡിഫൈ ചെയ്തു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം 400 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് വരുന്ന ഏത് തരത്തിലുള്ള റേഡിയോ സിഗ്നൽസ് അതിനെ അനലൈസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റഷ്യ എവിടെ നിന്നെങ്കിലും ഒരു ഡ്രോൺ ലോഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ റഷ്യയുടെ കപ്പലുകൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയും ഈ ഒരു ഇലക്ട്രോണിക്കൽ സിഗ്നൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായി ഉക്രൈൻ ഇതിനെ ഉപയോഗിച്ചു. പ്രായോഗികമായി നോക്കി ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഉക്രൈൻ ഇതിനെ ഒരു ചാരക്കപ്പലായും റഡാർ കപ്പലായും ഉപയോഗിച്ചു. ഇതാണ് ഇപ്പോൾ റഷ്യ നശിപ്പിച്ചിരിക്കുന്നത്. അതും ഈ ഡബ്ന റിവറിൽ വെച്ചാണ് ആക്രമിച്ചത്. റൊമാനിയയ്ക്കും ഉക്രൈനും ഇടയിൽ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണിത്. ഈ പ്രദേശത്ത് ധാരാളം ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ചില റഷ്യൻ ഡ്രോണുകൾ റൊമാനിയയ്ക്കുള്ളിൽ തന്നെ ചെന്ന് ഇടിച്ചു കയറിയിട്ടുണ്ട്. ഇനി ഈ സ്ഥലത്ത് റഷ്യ ആക്രമണം നടത്താൻ ഏത് ഡ്രോണാണ് റഷ്യ ഉപയോഗിച്ചത്, ഏത് പ്രത്യേകതരം ഡ്രോണാണ് അവർ ഉപയോഗിച്ചത് എന്നൊന്നും റഷ്യ വ്യക്തമായി പറയുന്നില്ല.
ഇത് വളരെ നിർണായകമായ ഒരു മേഖലയാണ് ഈ ഒരു പ്രദേശം. കാരണം രാജ്യത്തിന്റെ അതിർത്തിയിലായതുകൊണ്ട് മാത്രമല്ല ഇതിനെ നിർണായകമായ ഒരു പ്രദേശം എന്ന് പറയുന്നത്. നിങ്ങളൊരു സാധാരണ തീരപ്രദേശം അല്ലെങ്കിൽ കടലിലോ സൂയിസൈഡ് ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ച് ശത്രുവിന്റെ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കുകയാണെങ്കിൽ അത് അവിടെ റിസ്കിയായ ഒരു പ്രശ്നമായി മാറില്ല. ഉക്രൈൻ ഇതിനകം നിരവധി തവണ ക്രീമിയൻ പാലം ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ ക്രീമിയയിൽ അവർ നിരവധി റഷ്യൻ യുദ്ധക്കപ്പലുകളെയും ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ കടലിൽ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അധ്യായമാണ്. നദിയിൽ വെച്ച് നിങ്ങളുടെ ഒരു ഡ്രോൺ ശത്രുക്കളുടെ ഒരു വാർഷിപ്പിനെ സ്ട്രൈക്ക് ചെയ്യുന്നത് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു മിഷനാണ്. കാരണം അതിന്റെ പാത കടൽ പോലുള്ള ഒരു സ്ഥലമല്ല. അതിനങ്ങനെ എവിടെയും പോകാം, എങ്ങനെ വേണമെങ്കിലും വളയാം, തിരിയാം, ലക്ഷ്യത്തെ നോക്കി പോകാം, കൃത്യമായി ആക്രമണം നടത്താൻ കഴിയും. ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. വളരെ ചെറിയൊരു നദിയാണ്. അതും കടലിലേക്ക് വരാൻ പോകുന്ന സ്ഥലത്താണ് നിങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സർവൈലൻസും ഉണ്ടാകും. ആ പ്രദേശത്ത് ധാരാളം നിരീക്ഷണം ഉണ്ടായിരിക്കും. വെറും 2 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു നദിയിൽ അവിടെ 4-5 യുദ്ധക്കപ്പലുകൾ, ഒരുപാട് പാട്രോൾ ഷിപ്സ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടാകും. അപ്പോ കടലിലും നദിയിലും ഒരുപാട് വ്യത്യസ്തമാണ്. ഇത്തരം ഒരു സ്ഥലത്ത് വെച്ച് അത് 3-4 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു ആക്രമണം നടത്തുമ്പോൾ റഷ്യ ഇത് പലതവണ പദ്ധതിയിട്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ കപ്പലിനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ റഷ്യക്ക് ഇതിന് മുൻപ് തന്നെ ചെയ്യാമായിരുന്നു. എന്നാൽ ഈ നദീതടങ്ങൾ എന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും. കൂടുതൽ വെള്ളം നിറയുമ്പോൾ കര വ്യത്യസ്തമായിരിക്കും. ഇനി വെള്ളം അവിടെ കുറയുമ്പോഴും കര വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് എന്നത് ഈ ഒരു പ്രദേശത്ത് ചെയ്യുന്നത് വളരെ റിസ്കിയായ കാര്യമാണ്. അതും നാറ്റോ ബോർഡർ. ഈ നദിയുടെ ആവശ്യം നാറ്റോ ബോർഡർ. ഈ ഒരു വശത്ത് ഉക്രൈന് സ്വന്തം. ഇതിൽ ഏതെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ വലിയൊരു പ്രശ്നം വരുമെന്നുള്ളത് റഷ്യക്ക് നന്നായി അറിയാം. അതുകൊണ്ട് സ്പെസിഫൈഡ് ആയ ഒരു സ്പെഷ്യൽ മിഷൻ തയ്യാറാക്കുകയും ഇത്രത്തോളം സിഗ്നൽ ഇന്റലിജൻസ് ലഭിച്ചതിന് ശേഷം ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് ഉക്രൈന് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ബ്ലാക്ക് സീയിൽ ഇതിനകം അവരുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. ഡ്രോൺസ് ഉപയോഗിച്ചാണ് റഷ്യ ഇതുവരെയും കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഉക്രൈന്റെ പക്കലുണ്ടായിരുന്ന ഒരേയൊരു റഡാർ ഷിപ്പിനെയും നശിപ്പിച്ചു. ഇത് ഉക്രൈന് പരിഹരിക്കാനാകാത്ത ഒരു നാശനഷ്ടം തന്നെ ഉണ്ടാക്കും. ഉക്രൈൻ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? റഷ്യ ഇങ്ങനെ ഒരു വാർഷിപ്പിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഉക്രൈൻ ഇത് നിഷേധിച്ചില്ലേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉക്രൈൻ പറഞ്ഞു, ശത്രുക്കളുടെ വെടിവയ്പിൽ ഞങ്ങളുടെ ബോട്ടിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത് മുങ്ങിയതായി യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. പതിവ് പോലെ അവർ സ്ഥിരീകരണം നൽകാനും പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇവർ മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ക്രീമിയയിൽ വെച്ച് S-400ന്റെ ഒരു റഡാറിനെ ഞങ്ങൾ നശിപ്പിച്ചു എന്നവർ പറഞ്ഞു. അതിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ 9096 റഡാർ നശിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടു. എന്നാൽ അതിലും പരസ്പര വിരുദ്ധമായ ഒരുപാട് പ്രസ്താവനകളുണ്ട്. S-400 നശിപ്പിക്കപ്പെട്ടാൽ അതിനടുത്ത് തന്നെ നിരവധി കോമ്പണൻസ് ഉണ്ടാകും. കാരണം അതിന് പവർ സോഴ്സ് ലഭിക്കണമല്ല. വിത്തിൻ മീറ്റേഴ്സിലെങ്കിലും അതിന്റെ പവർ സപ്ലൈ ലൈൻസ് ലഭിക്കണം. അതിന്റെ റഡാർ ആക്ടിവേറ്റ് ചെയ്യണം. റഡാറിന് പ്രോപ്പറായ ഫംഗ്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം തന്നെ എനർജി റിസോഴ്സ് ആവശ്യമാണ്. എന്നാൽ ഇവർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയ റഡാറാണ്. S-400ന്റെ റഡാർ സൈസിൽ വളരെ വലുതാണ്. പാട്രിയോട്ട് റഡാറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വലിയ ട്രക്കിലാണ് അതിനെ മോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ. S-400ഉം ഇതിന് തുല്യമായ ഒരു റഡാർ തന്നെയാണ്. എന്നാൽ ഇവരിവിടെ കാണിച്ചിട്ടുള്ള റഡാർ ഏതൊരു പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാർ പോലെയാണ് തോന്നുന്നത്. ഒന്നുകിൽ പക്ഷി റഡാർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ മറ്റെന്തെങ്കിലും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ റഡാർ ആയിരിക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉക്രൈൻ അവകാശപ്പെട്ടതുപോലെ S-400ന്റെ റഡാർ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അവരുടെ വലിയ കപ്പലുകളിൽ ഒന്ന് നഷ്ടമായി. അതിന് തുല്യമായ അല്ലെങ്കിൽ സമാനമായ ഒരു നഷ്ടം റഷ്യക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പുറത്തു വിടണം എന്നുള്ളതിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണോ എന്നും അറിയില്ല. കാരണം ഇന്റർനാഷണൽ മീഡിയാസ് ഉൾപ്പെടെ എല്ലാവരെയും കവർ ചെയ്യണം. അങ്ങനെയുള്ളപ്പോൾ വെറുതെ ഒരു പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് പറഞ്ഞതായിരിക്കാം. ഇത് ഉക്രൈന്റെ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചുകൊണ്ട് മാത്രം പറയുന്നതല്ല. സാധാരണ റഷ്യയുടെ ഏതെങ്കിലും ഒരു ചെറിയ എക്യുപ്മെന്റ്സിന് ഒരു പ്രശ്നം വന്നാൽ പോലും അമേരിക്കൻ മാധ്യമങ്ങളായിക്കോട്ടെ, യൂറോപ്യൻ യൂണിയനിലെ മറ്റ് മാധ്യമങ്ങൾ ഇതൊക്കെ വളരെ വലുതായി കാണിക്കും. എന്നാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ രണ്ടും വെച്ച് നോക്കുമ്പോൾ ഉക്രൈൻ അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് മറ്റേതോ ഒന്നിനെയാണ്. റഡാർ നശിപ്പിച്ചു, പക്ഷെ അത് S-400 S-300 റഡാർ അല്ല, മറ്റേതെങ്കിലും പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാർ അല്ലെങ്കിൽ ജാമിംഗ് സിസ്റ്റം റഡാർ ആണോ എന്നുള്ളത് വീണ്ടും ചില ദിവസത്തിൽ മനസ്സിലാകും. ഇപ്പോൾ സെലൻസ്കി വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണുള്ളത്. റഷ്യയുടെ അറ്റാക്ക് എന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ വളരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് വീണ്ടും കീവിനെ ആക്രമിച്ചു. അതിൽ ഒരുപാട് പാട്രിയോട്ട് ലോഞ്ചേഴ്സ് നശിച്ച വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു റഡാർ നെറ്റ്വർക്ക്, വളരെ പ്രധാനപ്പെട്ട റഡാർ നെറ്റ്വർക്ക്, ഇത് ഉക്രൈന് നൽകിയിരുന്നു, അതും നശിപ്പിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോ സെലൻസ്കിക്ക് ഇപ്പോൾ മറ്റു മാർഗമില്ല. ഒന്നുകിൽ ഭൂമി നൽകിയ സമാധാനം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതുപോലെ ഉക്രൈൻ വീണ്ടും നഷ്ടവും നാശവും ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കും.
ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉക്രൈന്റെ പക്കലുള്ളതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് ഈ കപ്പൽ. ഇതിനെ റഷ്യ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.